Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once, പണ്ടൊരിക്കൽ, there was a famous painter who lived in a bustling town. ബസ്ലിംഗ് ടൗൺ എന്നാൽ അർത്ഥം തിക്കും തിരക്കുമുള്ള, അതായത് ഒരുപാട് ആളുകളുള്ള, നല്ല കച്ചവടമുള്ള, അത്തരത്തിലുള്ള ഒരു ശബ്ദകോലാഹലങ്ങളൊക്കെ ഉള്ള ഒരു പട്ടണം, അതാണ് ബസ്ലിംഗ് ടൗൺ. പണ്ടൊരിക്കൽ ഒരു തരത്തിലുള്ള ഒരു പട്ടണത്തിൽ ഒരു ഫേമസ് എന്നാൽ പ്രശസ്തനായിട്ടുള്ള ഒരു പെയിൻറ്റർ ജീവിച്ചിരുന്നു. പെയിൻറ്റർ എന്നാൽ ചിത്രകാരൻ. ഹി ക്രിയേറ്റഡ് സ്റ്റണ്ണിംഗ്ലി ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. സ്റ്റണ്ണിങ് എന്നാൽ ആനന്ദപ്രദമായ എന്നാണ് അർത്ഥം. അത്യാകർഷകമായ. ഹി ക്രിയേറ്റഡ് അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു സ്റ്റണ്ണിംഗ്ലി ബ്യൂട്ടിഫുള്ളി പെയിൻറ്റിങ്സ് ആനന്ദകരമായിട്ടുള്ള, അത്യാകർഷകമായിട്ടുള്ള, അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു, ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിരുന്നു. ആൻഡ് പീപ്പിൾ ഫ്രം ഫാർ ആൻഡ് വൈഡ് കെയിം ടു അഡ്മയർ ഹിസ് ആർട്ട്. ആൻഡ് പീപ്പിൾ ആളുകൾ, ഫ്രം ഫാർ ആൻഡ് വൈഡ് എന്നാൽ എല്ലായിടത്തു നിന്നും എന്നുള്ള അർത്ഥമാണ്. വിശാലമായി, ദൂരെ നിന്നും, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു. അഡ്മയർ എന്നാൽ വിസ്മയത്തോടെ കാണുക, പ്രശംസിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹിസ് ആർട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ദൂരെ നിന്നും, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു. ദേ ഓൾവേസ് പ്രൈസ്ഡ് ഹിസ് വർക്ക്. ദേ ഓൾവേസ് അവർ എപ്പോഴും, അങ്ങോട്ടേക്ക് കാണാൻ വരുന്ന ആളുകൾ, പ്രൈസ്ഡ് ഹിസ് വർക്ക് അദ്ദേഹത്തിൻ്റെ ആ ജോലി, അദ്ദേഹം ചിത്രം വരച്ച ആ ജോലി അവർ എപ്പോഴും പ്രശംസിച്ചിരുന്നു. ഹവവർ എന്നാൽ വൺ ഡേ ഒരു ദിവസം, എ ട്രബിളിംഗ് തോട്ട് ക്രോസ്ഡ് ഇൻ ദ പെയിൻറ്റേഴ്സ് മൈൻഡ്. എ ട്രബിളിംഗ് തോട്ട് എന്നാൽ ആദി പിടിപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. വിഷമിപ്പിക്കുന്ന അത്തരത്തിലുള്ള തോട്ട്, ഒരു ചിന്ത, ക്രോസ്ഡ് ഇൻ ദ പെയിൻറ്റേഴ്സ് മൈൻഡ്. അത്തരത്തിലുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു, ആ ചിത്രകാരൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ട്രബിളിംഗ് തോട്ട്, ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദിവസം വന്നു. ഹി തോട്ട് അദ്ദേഹം ചിന്തിച്ചു, ഡു പീപ്പിൾ ട്രൂലി ലവ് മൈ ആർട്ട്. ട്രൂലി എന്നാൽ സത്യത്തിൽ എന്നുള്ള അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾ എൻ്റെ ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എൻ്റെ കലയെ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു ചിന്ത, ഈ ചിന്ത അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. ഓർ ഡു ദേ ജസ്റ്റ് സേ കൈൻഡ് തിങ്സ് ടു പ്ലീസ് മീ. അവർ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതല്ല അവർ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതാണോ, യഥാർത്ഥത്തിൽ ഉണ്ടോ, അതല്ല അവർ എന്നെ സന്തോഷിപ്പിക്കാൻ പ്രശംസിക്കുകയാണോ, ഇത്തരത്തിൽ അദ്ദേഹം ചിന്തിച്ചു. ഡു ദെയർ ഒപ്പീനിയൻസ് റിമെയിൻ ദ സെയിം വെൻ ഐ ആം നോട്ട് അറൗണ്ട്. ഡു ദെയർ ഒപ്പീനിയൻസ് റിമെയിൻ ദ സെയിം അവരുടെ അഭിപ്രായം ഒരുപോലെ ആയിരിക്കുമോ, വെൻ ഐ ആം നോട്ട് അറൗണ്ട്. അറൗണ്ട് എന്നാൽ ഇവിടെ സമീപത്ത് എന്നുള്ള അർത്ഥമാണ്. വെൻ എന്നാൽ ആ സമയത്ത്, ഞാൻ അവരുടെ സമീപത്ത് അല്ലാത്ത സമയത്തും അവരുടെ അഭിപ്രായം ഇതുതന്നെ ആയിരിക്കുമോ, സമാനമായിരിക്കുമോ. ഓർ ഡു ദേ ക്രിട്ടിസൈസ് മൈ വർക്ക് ബിഹൈൻഡ് മൈ ബാക്ക്. ബിഹൈൻഡ് ബാക്ക് എന്നാൽ അസാന്നിധ്യം എന്നുള്ള അർത്ഥം. ബിഹൈൻഡ് വൺസ് ബാക്ക് ഒരാളുടെ അസാന്നിധ്യം എന്നുള്ള അർത്ഥം. ആ വ്യക്തി ഇല്ലാത്ത സമയത്ത്. ഇവിടെ അദ്ദേഹം ചിന്തിക്കുന്നത് ഇതാണ്, അവർ ഡു ദേ ക്രിട്ടിസൈസ് മൈ വർക്ക്, അവർ എൻ്റെ ജോലിയെ വിമർശിക്കുമോ, ബിഹൈൻഡ് മൈ ബാക്ക് എൻ്റെ അസാന്നിധ്യത്തിൽ, ഞാൻ ഇല്ലാത്ത സമയത്ത് അവർ എൻ്റെ ജോലി, എൻ്റെ വർക്ക് അവർ വിമർശിക്കുമോ, അതല്ല അവരുടെ അഭിപ്രായങ്ങൾ തുല്യമായിരിക്കുമോ, ഇതാണ് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുന്നത്. ദിസ് അൺസർട്ടനിറ്റി ലെഫ്റ്റ് ഹിം ഡീപ്ലി കൺഫ്യൂസ്ഡ്. അൺസർട്ടനിറ്റി എന്നാൽ അനിശ്ചിതത്വം, അസ്ഥിരത, ഇതൊക്കെയാണ് അർത്ഥം. ചഞ്ചല സ്വഭാവം. ദിസ് അൺസർട്ടനിറ്റി ഈ ഉറപ്പില്ലാത്ത ഈ ചിന്ത, ലെഫ്റ്റ് ഹിം അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹത്തെ അത്തരത്തിലാക്കി, ഡീപ്ലി കൺഫ്യൂസ്ഡ് വളരെ അഗാധമായിട്ട് അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ ചിന്ത അദ്ദേഹത്തെ അഗാധമായി ആശയക്കുഴപ്പത്തിലാക്കി. ഡിറ്റർമെൻഡ് ടു ഫൈൻഡ് ഔട്ട് പീപ്പിൾസ് ജെന്യുവൻ ഒപ്പീനിയൻസ്. ഡിറ്റർമെൻഡ് എന്നാൽ
ഉറച്ച തീരുമാനമെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ദൃഢനിശ്ചയമെടുത്തു. ടു ഫൈൻഡ് ഔട്ട് കണ്ടെത്താൻ, പീപ്പിൾസ് ജനങ്ങളുടെ ജെനുവിൻ ഒപ്പീനിയൻസ് വളരെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായങ്ങൾ. ഒപ്പീനിയൻസ് എന്നാൽ അഭിപ്രായങ്ങൾ. യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. ഹി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അദ്ദേഹം ഒരു പദ്ധതിയുമായിട്ട് വന്നു. ഏർലി വൺ മോർണിംഗ്. ഒരു ദിവസം അതിരാവിലെ. ഹി പ്ലേസ്ഡ് വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് പെയിൻറ്റിങ്സ് അറ്റ് എ ബിസി സ്ട്രീറ്റ് കോർണർ. ഹി പ്ലേസ്ഡ് അദ്ദേഹം വച്ചു. വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് പെയിൻറ്റിങ്സ്. ഫൈനസ്റ്റ് എന്നാൽ അർത്ഥം ഉത്കൃഷ്ടമായ, മഹത്തരമായ, ഇതൊക്കെയാണ് അർത്ഥം. വൺ ഓഫ് ഹിസ് ഫൈനസ്റ്റ് പെയിൻറ്റിങ്സ് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ചിത്രങ്ങളിൽ ഒരു ചിത്രം അദ്ദേഹം വച്ചു. അറ്റ് എ ബിസി സ്ട്രീറ്റ് കോർണർ. ആ തിരക്കുള്ള തെരുവിൽ അദ്ദേഹം ഒരു മൂലയിൽ അദ്ദേഹത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ചിത്രങ്ങളിൽ ഒരു ചിത്രം വച്ചു ഒരു ദിവസം അതിരാവിലെ. നെക്സ്റ്റ് ടു ഇറ്റ്. നെക്സ്റ്റ് ടു എന്നാൽ അടുത്ത് എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് ടു ഇറ്റ് ആ ചിത്രത്തിന് അടുത്തായിട്ട്. ഹി ലെഫ്റ്റ് എ നോട്ട് ദാറ്റ് റെഡ്. ഇത്തരത്തിൽ വായിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം അദ്ദേഹം അതിൻ്റെ അടുത്ത് വച്ചു. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദ പെയിൻറ്റിങ് ദെൻ മാർക്ക് ദം. ഇഫ് യു ഫൈൻഡ് നിങ്ങൾ കണ്ടെത്തിയാൽ, എനി മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു തെറ്റ്, ഇൻ ദിസ് പെയിൻറ്റിങ് ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തിയാൽ, ദെൻ അങ്ങനെയാണെങ്കിൽ മാർക്ക് ദം അവിടെ അതിൽ മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തുക. വെൻ ഹി റിട്ടേൺഡ് ദാറ്റ് ഈവനിങ്. വെൻ ആ സമയത്ത്, വെൻ ഹി റിട്ടേൺഡ് അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത്, ദാറ്റ് ഈവനിങ് അന്ന് ദിവസം വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത്. ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദാറ്റ് ദ പെയിൻറ്റിങ്സ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് ഇൻ മാർക്സ്. ഹി വാസ് ഷോക്ക്ഡ് അദ്ദേഹം ഞെട്ടിത്തരിച്ചു. ടു സീ ദാറ്റ് അത് കണ്ട് അദ്ദേഹം ഞെട്ടിത്തരിച്ചു. ദ പെയിൻറ്റിങ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് ഇൻ മാർക്സ്. ആ ചിത്രം മുഴുവനായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുഴുവനായിട്ടും മൂടിയിട്ടുണ്ടായിരുന്നു. ആ തെറ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള മാർക്കുകൾ കൊണ്ട് ആ ചിത്രം മുഴുവനായിട്ടും മൂടിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് സീംഡ് ആസ് ഇഫ് എവരിവൺ ഹൂ ഹാഡ് പാസ്ഡ് ബൈ ഹാഡ് ഫൗണ്ട് സംതിങ് റോങ് ഇൻ ദിസ് പെയിൻറ്റിങ്. ഇറ്റ് സീംഡ് അത് കാണപ്പെട്ടു, അത് കണ്ടിട്ട് അങ്ങനെയാണ്. ആസ് ഇഫ് എന്നാൽ എന്ന പോലെ എന്നുള്ള അർത്ഥമാണ്. എവരിവൺ എല്ലാവരും, ഹൂ ഹാഡ് പാസ്ഡ് ആ വഴിയിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാവരും, ഹാഡ് ഫൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്, സംതിങ് റോങ് എന്തോ ഒരു തെറ്റ്, ഇൻ ദിസ് പെയിൻറ്റിങ് ഈ ചിത്രത്തിൽ അതിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ ആളുകളും തെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന പോലെയാണ് ആ ചിത്രം കാണപ്പെട്ടത്. ദ പെയിൻറ്റർ വാസ് സോ ഡിസ്ഹാർട്ടൻഡ് ദാറ്റ് ഹി ക്വിക്ക്ലി ടുക്ക്. ഡിസ്ഹാർട്ടൻഡ് എന്നാൽ മനസ്സടിഞ്ഞ എന്നുള്ള അർത്ഥമാണ്, ഉത്സാഹം മന്ദീഭവിച്ച. ദ പെയിൻറ്റർ വാസ് സോ ഡിസ്ഹാർട്ടൻഡ് ആ ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടിഞ്ഞു, അദ്ദേഹത്തിന് ഉത്സാഹം മന്ദീഭവിച്ചു. ദാറ്റ് ഹി ക്വിക്ക്ലി ടുക്ക് അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് എടുത്തു. അദ്ദേഹം പെട്ടെന്ന് ആ ചിത്രം എടുത്തു. എന്നിട്ട് ദ പെയിൻറ്റിങ് ഹോം ആൻഡ് സാറ്റ് ഇൻ ഡെസ്പയർ. ഡിസ്പയർ എന്നാൽ നിരാശപ്പെടുക എന്നാണ് അർത്ഥം. സാറ്റ് ഇൻ ഡിസ്പയർ അദ്ദേഹം വിഷാദത്തിൽ, അദ്ദേഹത്തിന് ഇച്ഛാഭംഗം സംഭവിച്ച അവസ്ഥയിൽ അദ്ദേഹം ഇരുന്നു. ആ ചിത്രവും എടുത്ത് അദ്ദേഹം പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ഇച്ഛാഭംഗം സംഭവിച്ച പോലെ ഇരുന്നു. ദിസ് എക്സ്പീരിയൻസ് വോണ്ടഡ് ഹിം ഡീപ്ലി. ദിസ് എക്സ്പീരിയൻസ് ഈ അനുഭവം, വോണ്ട് എന്നാൽ മുറിപ്പെടുത്തുക എന്നാണ് അർത്ഥം. വോണ്ടഡ് മുറിപ്പെടുത്തി, ഹിം അദ്ദേഹത്തെ, ഡീപ്ലി അഗാധമായി അദ്ദേഹത്തെ ഈ അനുഭവം മുറിപ്പെടുത്തി. കോസിങ് ഹിം ടു ലൂസ് പാഷൻ ഫോർ പെയിൻറ്റിങ് ഇത് കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ ഈ പാഷൻ എന്നാൽ അഭിനിവേശം, ലൂസ് എന്നാൽ നഷ്ടപ്പെടുക, അദ്ദേഹത്തിൻ്റെ ചിത്രം വരക്കുന്നതിനോടുള്ള അഭിനിവേശം അത് നഷ്ടപ്പെടാൻ ഇത് കാരണമായി, ഈ അനുഭവം അതിന് കാരണമായി. ഹി സ്റ്റോപ്ഡ് ക്രിയേറ്റിംഗ് ആർട്ട് ടുഗദർ ആൻഡ് ഈവൻ അവോയ്ഡഡ് മീറ്റിംഗ് പീപ്പിൾ. ഹി സ്റ്റോപ്ഡ് അദ്ദേഹം അവസാനിപ്പിച്ചു, ക്രിയേറ്റിംഗ് സൃഷ്ടിക്കൽ, ആർട്ട് അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ ഉണ്ടാക്കൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ഓൾ ടുഗദർ എന്നാൽ അർത്ഥം മുഴുവനായും എന്നാണ് അർത്ഥം. മുഴുവനായും ആ കലാസൃഷ്ടികൾ
ഉണ്ടാക്കൽ അദ്ദേഹം അവസാനിപ്പിച്ചു. ആൻഡ് ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. ഈവൻ അവോയ്ഡഡ് മീറ്റിംഗ് പീപ്പിൾ. മീറ്റിംഗ് എന്നാൽ കണ്ടുമുട്ടൽ, ആളുകളെ കണ്ടുമുട്ടൽ പോലും അദ്ദേഹം അവസാനിപ്പിച്ചു. ആളുകളെ കണ്ടുമുട്ടുന്നത് പോലും അദ്ദേഹം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നത് അദ്ദേഹം അവസാനിപ്പിച്ചു. വൺ ഡേ ഒരു ദിവസം. വൈൽ വാണ്ടറിങ്. വൈൽ എന്നാൽ അതിനിടയിൽ, വാണ്ടറിങ് എന്നാൽ അലഞ്ഞു നടക്കുക എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം അദ്ദേഹം അലഞ്ഞു നടക്കുന്നതിനിടയിൽ, അലോൺ എന്നാൽ തനിച്ച് അദ്ദേഹം അലഞ്ഞു നടക്കുന്നതിനിടയിൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ്. സ്റ്റേറ്റ് എന്നാൽ ഇവിടെ അവസ്ഥ എന്നുള്ള അർത്ഥമാണ്. സാഡ്നെസ് എന്നാൽ ദുഃഖത്തോടെയുള്ള ഒരു അവസ്ഥ. അത്തരത്തിലുള്ള അവസ്ഥയിൽ ഒരു ദിവസം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഹി മെറ്റ് എ വൈസ് മങ്ക്. വൈസ് എന്നാൽ ബുദ്ധിമാനായ, വിവേകശാലിയായ, ഇതൊക്കെയാണ് അർത്ഥം. ഹി മെറ്റ് അദ്ദേഹം കണ്ടുമുട്ടി എ വൈസ് മങ്ക്. മങ്ക് എന്നാൽ സന്യാസി, ഒരു ബുദ്ധിമാനായ അറിവുള്ള ഒരു സന്യാസിയെ അദ്ദേഹം അതിനിടയിൽ കണ്ടുമുട്ടി. ദ മങ്ക് ക്വിക്ക്ലി റെക്കഗ്നൈസ്ഡ് ഹിം ആസ് ദ ഫേമസ് പെയിൻറ്റർ. ദ മങ്ക് സന്യാസി, ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. റെക്കഗ്നൈസ് എന്നാൽ തിരിച്ചറിയുക. ദ മങ്ക് ക്വിക്ക്ലി റെക്കഗ്നൈസ്ഡ് ആ സന്യാസി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഹിം അദ്ദേഹത്തെ പെട്ടെന്ന് ആ സന്യാസി തിരിച്ചറിഞ്ഞു. ആസ് എന്നാൽ ആയതിനാൽ എന്നുള്ള അർത്ഥമാണ്. ആസ് ദ ഫേമസ് പെയിൻറ്റർ അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരനാണ്. ആയതിനാൽ അങ്ങനെ അദ്ദേഹം ഒരു പ്രശസ്തനായ ചിത്രകാരനായതുകൊണ്ട് ആ സന്യാസി അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ബട്ട് സെൻസ്ഡ് ദാറ്റ് സംതിങ് വാസ് ട്രബിളിങ് ഹിം. പക്ഷേ സെൻസ്ഡ് എന്നാൽ മനസ്സിലാക്കി എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് സംതിങ് വാസ് ട്രബിളിങ് ഹിം എന്തോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ആ സന്യാസി പക്ഷേ മനസ്സിലാക്കി. ദ മങ്ക് ആസ്ക്ഡ് സന്യാസി ചോദിച്ചു. വാട്ട്സ് റോങ് എന്താണ് കുഴപ്പം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, സന്യാസി ചോദിച്ചു. ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു. വൈ ഡു യു ലുക്ക് സോ ഡിജക്റ്റഡ്. ഡിജക്റ്റ് എന്നാൽ അർത്ഥം മനസ്സുമടുപ്പിക്കുക, വിഷാദിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്തുകൊണ്ടാണ് നിങ്ങളെ വളരെയധികം ദുഃഖിതനാക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളെ ദുഃഖിതനായി കാണപ്പെടുന്നത്. ദ പെയിൻറ്റർ ഷെയർഡ് ഹിസ് സ്റ്റോറി. ദ പെയിൻറ്റർ ചിത്രകാരൻ ഷെയർഡ് പങ്കുവച്ചു ഹിസ് സ്റ്റോറി അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം പങ്കുവച്ചു. എക്സ്പ്ലെയിനിങ് ഹൗ ദ ഓവർവെൽമിങ്. എക്സ്പ്ലെയിനിങ് വിവരിക്കുന്നു. ഹൗ എങ്ങനെയാണ്. ഹൗ ദ ഓവർവെൽമിങ് ക്രിറ്റിസിസം. ഹൗ എങ്ങനെയാണ്. ദ ഓവർവെൽമിങ് എന്നാൽ ആഴത്തിലുള്ള, വിപുലമായ, ഇതൊക്കെയാണ് അർത്ഥം. ക്രിറ്റിസിസം ഓഫ് ഹിസ് പെയിൻറ്റിങ് ഹാഡ് ഷാറ്റേർഡ് ഹിസ് കോൺഫിഡൻസ്. എങ്ങനെയാണ് വിപുലമായിട്ടുള്ള ആ വിമർശനം, ക്രിറ്റിസിസം എന്നാൽ വിമർശനം, ഓഫ് ഹിസ് പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയെ പറ്റിയുള്ള ആ വിപുലമായിട്ടുള്ള വിമർശനം. ഹാഡ് ഷാട്ടർ എന്നാൽ അർത്ഥം തകർക്കുക എന്നുള്ള അർത്ഥം, താറുമാറാക്കുക. ഹിസ് കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എങ്ങനെയാണ് അത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്, അദ്ദേഹത്തിൻ്റെ ചിത്രരചനയെ താറുമാറാക്കിയത് എന്നുള്ള ആ കഥ അദ്ദേഹം ആ സന്യാസിയോട് വിശദീകരിച്ചു. ദ മങ്ക് ലിസൺഡ് ക്ലോസ്ലി ആൻഡ് ദെൻ സെഡ്. ദ മങ്ക് സന്യാസി ലിസൺ എന്നാൽ കേൾക്കുക എന്നുള്ള അർത്ഥം. ലിസൺഡ് കേട്ടു, ആ സന്യാസി കേട്ടു. ക്ലോസ്ലി എന്നാൽ ശ്രദ്ധയോടെ എന്നുള്ള അർത്ഥം. സൂക്ഷ്മമായി, അതീവ ശ്രദ്ധയോടെ ആ സന്യാസി അദ്ദേഹം പറയുന്നത് കേട്ടു. ആൻഡ് ദെൻ സെഡ് അതിനുശേഷം പറഞ്ഞു, കേട്ടതിന് ശേഷം സെഡ് പറഞ്ഞു. ലെറ്റ്സ് ട്രൈ സംതിങ് ഡിഫറെൻറ്റ്. ലെറ്റ്സ് ട്രൈ നമുക്ക് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഇതൊക്കെയാണ് അർത്ഥം. സംതിങ് എന്തെങ്കിലും ഒന്ന്, ഡിഫറെൻറ്റ് എന്നാൽ വ്യത്യസ്തമായ എന്നുള്ള അർത്ഥമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്തു നോക്കാം. ആ സന്യാസി അദ്ദേഹത്തെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം പറഞ്ഞു. ഗോ ബാക്ക് ടു ദാറ്റ് സെയിം സ്ട്രീറ്റ് കോർണർ വിത്ത് അനദർ പെയിൻറ്റിങ്. ഗോ ബാക്ക് തിരിച്ചു പോകുക, ടു ദാറ്റ് സെയിം സ്ട്രീറ്റ് അതേ തെരുവിലേക്ക് തന്നെ, മുമ്പ് ചിത്രം വച്ചിട്ടുണ്ടായിരുന്ന അതേ തെരുവിലേക്ക് തന്നെ തിരിച്ചു പോകുക. വിത്ത് അനദർ പെയിൻറ്റിങ് മറ്റൊരു ചിത്രവുമെടുത്ത്, താങ്കൾ വരച്ച ചിത്രവുമെടുത്ത് അതേ സ്ട്രീറ്റ് കോർണറിലേക്ക് വീണ്ടും പോകുക.
പക്ഷേ ദിസ് ടൈം ഈ സമയം ചേഞ്ച് ദ നോട്ട്, ആ കുറിപ്പ് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്ന കുറിപ്പ് എന്താണോ ആ കുറിപ്പ് മാറ്റുക. മുമ്പ് വച്ചിട്ടുണ്ടായിരുന്ന കുറിപ്പ് എന്താണ്? എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ആ സ്ഥലം അടയാളപ്പെടുത്തുക. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ല, മറ്റൊരു കുറിപ്പാണ് എഴുതുന്നത്. ഇതാണ് സന്യാസി പറയുന്നത്. ഫോളോവിങ് ദ മങ്സ് അഡ്വൈസ്. അഡ്വൈസ് എന്നാൽ ഉപദേശം. ഫോളോവിങ് ദ മങ്സ് അഡ്വൈസ്, ആ സന്യാസിയുടെ ഉപദേശം കേട്ടുകൊണ്ട് ദ പെയിൻറ്റർ പ്ലേസ്ഡ് എ ന്യൂ പെയിൻറ്റിങ് ഇൻ ദ സെയിം സ്പോട്ട്. ദ പെയിൻറ്റർ ചിത്രകാരൻ പ്ലേസ്ഡ് വച്ചു എ ന്യൂ പെയിൻറ്റിങ് ഒരു പുതിയ ചിത്രം വച്ചു ഇൻ ദ സെയിം സ്പോട്ട് അതേ സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒരു പുതിയ ചിത്രം വച്ചു, ആ സന്യാസിയുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട്. ആൻഡ് ദിസ് ടൈം ഈ സമയം ദ നോട്ട് റെഡ്, ഈ ചിത്രത്തിൽ ഈ സമയത്ത് വായിക്കാൻ സാധിക്കുന്നത് ഇതാണ്. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്സ് ഇൻ ദിസ് പെയിൻറ്റിങ്, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും പിശക് കണ്ടെത്തുകയാണെങ്കിൽ പ്ലീസ് കറക്റ്റ് ദം, അവകൾ ശരിയാക്കുക. ആ ചിത്രത്തിലുള്ള തെറ്റെന്താണോ അത് ദയവായിട്ട് നിങ്ങൾ തിരുത്തുക. ഈ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഇതാണ് അതിൽ വായിക്കാൻ സാധിക്കുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? തെറ്റുകൾ കണ്ടെത്തുകയാണെങ്കിൽ ആ സ്ഥലം അടയാളപ്പെടുത്താൻ. പ്രാവശ്യം ആ തെറ്റുകൾ എന്താണ് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈവനിങ്, അന്ന് ദിവസം വൈകുന്നേരം, ദ പെയിൻറ്റർ റിട്ടേൺ ടു ദ സ്ട്രീറ്റ് കോർണർ വിത്ത് ദ മങ്ക് ടു സീ ദാറ്റ് റിസൾട്ട്. അന്ന് ദിവസം വൈകുന്നേരം ദ പെയിൻറ്റർ ആ ചിത്രകാരൻ റിട്ടേൺഡ് തിരിച്ചു വന്നു, ടു ദ സ്ട്രീറ്റ് ആ തെരുവിലേക്ക് തിരിച്ചു വന്നു, വിത്ത് ദ മങ്ക് സന്യാസിയുമായിട്ട്, ടു സീ ദ റിസൾട്ട് അതിൻ്റെ ഫലം എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട്, നോക്കാൻ വേണ്ടിയിട്ട് അന്നേ ദിവസം വൈകുന്നേരം ആ ചിത്രകാരൻ അങ്ങോട്ടേക്ക് ആ സ്ട്രീറ്റ് കോർണറിലേക്ക് തിരിച്ചു വന്നു. ടു ഹിസ് അമേസ്മെൻറ്റ് ഹിസ് പെയിൻറ്റിങ് വാസ് അൺടച്ച്ഡ്. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ദ പെയിൻറ്റിങ് വാസ് അൺടച്ച്ഡ്. അൺടച്ച്ഡ് എന്നാൽ തൊടാത്ത എന്നുള്ള അർത്ഥമാണ്, സ്പർശിക്കാത്ത. അൺടച്ച്ഡ് എന്നാൽ തൊട്ടിട്ടില്ലാത്ത. ദ പെയിൻറ്റിങ് വാസ് അൺടച്ച്ഡ്, അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ചിത്രം ആരും തൊട്ടിട്ടില്ലായിരുന്നു. അദ്ദേഹത്തെ അത് ആശ്ചര്യപ്പെടുത്തി. നോ വൺ ഹാഡ് മെയ്ഡ് എ സിംഗിൾ കറക്ഷൻ ഓൺ ദ പെയിൻറ്റിങ്. നോ വൺ ഹാഡ് മെയ്ഡ്, ഒരാളും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, എ സിംഗിൾ കറക്ഷൻ ഒരു തെറ്റ് പോലും, ഒരു തിരുത്തൽ പോലും ഒരാളും നടത്തിയിട്ടില്ലായിരുന്നു ഓൺ ദ പെയിൻറ്റിങ് ആ ചിത്രത്തിൽ ഒരു വ്യക്തി പോലും ഒരു തിരുത്തൽ പോലും നടത്തിയിട്ടില്ലായിരുന്നു. സർപ്രൈസ്ഡ് ദ പെയിൻറ്റർ ടേൺ ടു ദ മങ്ക് ആൻഡ് ആസ്ക്ഡ്. ദ പെയിൻറ്റർ ചിത്രകാരൻ ടേൺ ടു ദ മങ്ക് ആ സന്യാസിയുടെ അടുത്തേക്ക് തിരിഞ്ഞു, ആൻഡ് ആസ്ക്ഡ് എന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഓ വൈസ് വൺ, അദ്ദേഹത്തെ ബഹുമാനിച്ച് വിളിക്കുകയാണ്, ഓ വൈസ് വൺ, വൈ ഡിഡ് നോട്ട് എനി വൺ ഫിക്സ് ദ മിസ്റ്റേക്സ് ഇൻ ദ പെയിൻറ്റിങ്. എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിലെ പിശകുകൾ ഒരാളും തിരുത്താതിരുന്നത്? എന്തുകൊണ്ടാണ് ആരും ശരിയാക്കാതിരുന്നത് ഈ ചിത്രത്തിലെ പിശകുകൾ? അദ്ദേഹം സന്യാസിയോട് ചോദിച്ചു. ദ മങ്ക് സ്മൈൽഡ് ആൻഡ് സെഡ്. ദ മങ്ക് സന്യാസി സ്മൈൽഡ് പുഞ്ചിരിച്ചു, ആൻഡ് സെഡ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു സീ നീ നോക്കൂ, ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ. ഇറ്റ് ഈസ് ഈസി ആളുകൾക്ക് എളുപ്പമാണ്, ഫോർ പീപ്പിൾ ജനങ്ങൾക്ക് എളുപ്പമാണ്, ടു ഫൈൻഡ് ഫോൾട്ട്സ് ഇൻ സമ്മൺ എൽസ് വർക്ക്. ടു ഫൈൻഡ് കണ്ടെത്താൻ, ജനങ്ങൾക്ക് എളുപ്പമാണ്, ടു ഫൈൻഡ് കണ്ടെത്താൻ, ഫോൾട്ട്സ് തെറ്റുകൾ, സമ്മൺ എൽസ് വർക്ക് മറ്റാരുടെയെങ്കിലും ജോലിയിലുള്ള പിശക് കണ്ടെത്തുന്നത് ആളുകൾക്ക് എളുപ്പമാണ്. ബട്ട് വെരി ഫ്യൂ പൊസസ് ദ നോളജ് ഓർ സ്കിൽ ടു ഇംപ്രൂവ് വാട്ട് ദേ ക്രിട്ടിസൈസ്. പക്ഷേ വെരി ഫ്യൂ പൊസസ് എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ള അർത്ഥമാണ്, കൈവശം വയ്ക്കുക. ബട്ട് വെരി ഫ്യൂ പൊസസ് പക്ഷേ കുറച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അവരുടെ പക്കലേ ഉള്ളൂ, ദ നോളജ് അറിവ്, ഓർ സ്കിൽ അല്ലെങ്കിൽ കഴിവ്, ടു ഇംപ്രൂവ് വാട്ട് ദ ക്രിട്ടിസൈസ് അവർ എന്താണോ വിമർശിക്കുന്നത് അത് ശരിയാക്കാൻ, അത് പുരോഗതിയിലെത്തിക്കാൻ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനുള്ള അറിവ് കൈവശമുള്ളൂ. മോസ്റ്റ് പീപ്പിൾ ആർ ക്വിക്ക് ടു പോയിൻ്റ് ഔട്ട് ഫ്ലോസ്.
ഫ്ലോസ് എന്നാൽ കുറവുകൾ എന്നുള്ള അർത്ഥമാണ്. മോസ്റ്റ് പീപ്പിൾ ആർ ക്വിക്ക് ടു പോയിൻ്റ് ഔട്ട് ഫ്ലോസ്. ഒട്ടുമിക്ക ആളുകളും തെറ്റ് ചൂണ്ടിക്കാട്ടാൻ എളുപ്പമുള്ളവരാണ്. അവർക്ക് പെട്ടെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും തെറ്റ് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും, പെട്ടെന്ന് അതിന് സാധിക്കും. ബട്ട് ഓൺലി എ ഫ്യൂ ക്യാൻ ആക്ച്വലി ഓഫർ കൺസ്ട്രക്റ്റീവ് സൊല്യൂഷൻസ്. കൺസ്ട്രക്റ്റീവ് എന്നാൽ സൃഷ്ടിപരമായ എന്നുള്ള അർത്ഥമാണ്. നിർമ്മാണാത്മകമായിട്ടുള്ള പരിഹാരങ്ങൾ പക്ഷേ കുറച്ച് ആളുകൾക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഹി ആഡഡ്. ശേഷം അദ്ദേഹം ചേർത്തു പറഞ്ഞു, ദർ ഈസ് നോ വാല്യൂ ഇൻ സീക്കിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദോസ് ഹു ഓൺലി ഫോക്കസ്. ദർ ഈസ് നോ വാല്യൂ. വാല്യൂ എന്നാൽ മൂല്യം. അതിൽ പ്രയോജനമില്ല, മൂല്യമില്ല. ഇൻ സീക്കിംഗ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്നാൽ പ്രതികരണം എന്നുള്ള അർത്ഥം. ആളുകളോട് പ്രതികരണം ചോദിക്കൽ, അഭിപ്രായം ചോദിക്കുന്നതിൽ മൂല്യമുള്ളതായിട്ട് ഒന്നുമില്ല. ഫ്രം ദോസ് ഹു ഓൺലി ഫോക്കസ്. അതായത് അത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരിൽ. എന്താണത്? ഓൺ ഫൈൻഡിങ് ഫോൾട്ട്സ് വിത്തൗട്ട് ഓഫറിങ് എനി മീനിങ് ഹെൽപ്പ്. ഓൺ ഫൈൻഡിങ് ഫോൾട്ട്സ്. തെറ്റുകൾ കണ്ടെത്തുക. ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളിൽ നിന്നും അഭിപ്രായം ചോദിക്കുന്നതിൽ അർത്ഥമില്ല, അതിൽ മൂല്യമുള്ളതായിട്ട് ഒന്നുമില്ല. വിത്തൗട്ട് ഓഫറിങ് എനി മീനിങ് ഹെൽപ്പ്. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ എന്നുള്ള അർത്ഥം. വിത്തൗട്ട് ഓഫറിങ് എനി മീനിങ് ഹെൽപ്പ്. അർത്ഥവത്തായിട്ടുള്ള സഹായം, ശരിയായിട്ടുള്ള അതിനുള്ള സഹായങ്ങൾ ചെയ്യാതെ, അതിന് വേണ്ട തിരുത്തലുകളൊന്നും ചെയ്യാത്ത, സഹായങ്ങൾ ചെയ്യാത്ത ആളുകളോട്, അത്തരത്തിലുള്ള ആളുകളോട് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്, പ്രതികരണം ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അതിൽ മൂല്യമുള്ളതായിട്ടൊന്നുമില്ല. ഈ തെറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത്തരം ആളുകൾ അവർ എന്താണ്? വിത്തൗട്ട് ഓഫറിങ് എനി മീനിങ് ഹെൽപ്പ്. മീനിങ് സഹായം നൽകാത്ത അത്തരത്തിലുള്ള ആളുകളോട് പ്രതികരണം ചോദിക്കരുത്, അതിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ദ പ്രോബ്ലം വാസ് നോട്ട് വിത്ത് യുവർ പെയിൻറ്റിങ്. ദ പ്രോബ്ലം, പ്രശ്നം, വാസ് നോട്ട് വിത്ത് യുവർ പെയിൻറ്റിങ്. നിങ്ങളുടെ ചിത്രത്തിലല്ല, നിങ്ങൾ ചിത്രം വരച്ച ആ പ്രവൃത്തിയിലല്ല തെറ്റ്. ബട്ട് വിത്ത് ആസ്കിങ് ഫോർ അഡ്വൈസ്. പക്ഷേ നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതിലാണ് പിശക്. ഫ്രം പീപ്പിൾ ഹൂ ലാക്ക് ദ വിസ്ഡം ഓർ എക്സ്പെർട്ടൈസ് ടു അപ്രീഷിയേറ്റ് ഇറ്റ്സ് ട്രൂ വർത്ത്. ശരിയായിട്ടുള്ള അതിൻ്റെ മൂല്യത്തെ അഭിനന്ദിക്കാതിരിക്കുക. അതുപോലെ ഫ്രം പീപ്പിൾ ഹൂ ലാക്ക് ദ വിസ്ഡം, വിവേകം ഇല്ലാത്ത, വിവേകത്തിൻ്റെ അഭാവമില്ലാത്ത ആളുകൾ, അത്തരത്തിൽ ഉള്ള ആളുകളോട് ഉപദേശം തേടൽ, ഇതിലാണ് പിശക്. നിങ്ങളുടെ ചിത്രത്തിലല്ല പിശകുള്ളത്. ലാക്ക് എന്നാൽ അഭാവം എന്നുള്ള അർത്ഥമാണ്. വിസ്ഡം എന്നാൽ വിവേകം, അറിവ്. ദ പെയിൻറ്റർ റിഫ്ലക്റ്റഡ് ഓൺ ദ മങ്ക്സ് വേർഡ്സ് ആൻഡ് ഫെൽറ്റ് എ സെൻസ് ഓഫ് റിലീഫ്. റിഫ്ലക്റ്റ് ഓൺ എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുക എന്നുള്ള അർത്ഥമാണ്. ദ മങ്ക്സ് വേർഡ്, ആ സന്യാസി പറഞ്ഞ വാക്കുകളെ കുറിച്ച് അദ്ദേഹം കൂടുതലായി ചിന്തിച്ചു. ആൻഡ് ഫെൽറ്റ് എ സെൻസ് ഓഫ് റിലീഫ്, അദ്ദേഹത്തിനൊരു ആശ്വാസം തോന്നി, അനുഭവപ്പെട്ടു. അദ്ദേഹം ആ സന്യാസി പറഞ്ഞ വാക്കുകളിൽ ആ കാര്യത്തെപ്പറ്റി അദ്ദേഹം കൂടുതലായി ചിന്തിച്ചു. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് സെൽഫ് വർത്ത് ഡിഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഒപ്പീനിയൻസ്. ഹി റിയലൈസ്ഡ്, അദ്ദേഹത്തിന് ബോധ്യമായി, ദാറ്റ് ഹിസ് സെൽഫ് വർത്ത് ഡിഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ പ്രതാപം അത് ആശ്രയിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ അല്ല. അത് അദ്ദേഹത്തിന് ബോധ്യമായി. ഡിപ്പെൻഡ് എന്നാൽ ആശ്രയിക്കുക എന്നുള്ള അർത്ഥമാണ്. അതേഴ്സ് ഒപ്പീനിയൻസ് എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ. ഹി റിയലൈസ്ഡ് എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമായി. വിത്ത് റിന്യൂഡ് കോൺഫിഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അദ്ദേഹത്തിന് ആത്മവിശ്വാസം പുനർലഭിക്കുന്നു, അദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്യുന്നു. ഹി റിട്ടേൺ ടു ഹിസ് സ്റ്റുഡിയോ ആൻഡ് റിസ്യൂംഡ് പെയിൻറ്റിങ്. ഹി റിട്ടേൺഡ്, അദ്ദേഹം തിരിച്ചുപോയി. ടു ഹിസ് സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ആൻഡ് റിസ്യൂംഡ് പെയിൻറ്റിങ്. റിസ്യൂം എന്നാൽ നിർത്തിവെച്ച ജോലി ആരംഭിക്കുക എന്നുള്ള അർത്ഥം. ആൻഡ് റിസ്യൂംഡ് പെയിൻറ്റിങ്, അദ്ദേഹത്തിൻ്റെ ആ ചിത്രം വരക്കുന്ന ആ ജോലി, ആ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്ന ആ ജോലി അദ്ദേഹം വീണ്ടും ആരംഭിച്ചു. ഹി വൺസ് അഗൈൻ എംബ്രേസ്ഡ് ഹിസ് പാഷൻ വിത്തൗട്ട് വറിയിങ് അബൌട്ട് ബേസ്ലെസ് ക്രിറ്റിസിസം. ഹി വൺസ് അഗൈൻ, അദ്ദേഹം ഒരിക്കൽ കൂടി എംബ്രേസ്ഡ്, ഉൾക്കൊണ്ടു. ഹിസ് പാഷൻ, അദ്ദേഹത്തിൻ്റെ അഭിനിവേശം എന്താണോ അത് അദ്ദേഹം ഉൾക്കൊണ്ടു, അത് അംഗീകരിച്ചു. വിത്തൗട്ട് വറിയിങ്, വിഷമിക്കാതെ.
എബൌട്ട് ബേസ്ലെസ് ക്രിറ്റിസിസം. അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ, അത്തരത്തിലുള്ള വിമർശനങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അതിനെപ്പറ്റി വ്യാകുലപ്പെടാതെ അദ്ദേഹം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ അഭിനിവേശത്തെ അദ്ദേഹം സ്വീകരിച്ചു. ഇഫ് വി സീ ഇൻ അവർ ലൈഫ്, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, വി വിൽ ഫൈൻഡ് ദാറ്റ്, നമ്മൾ അത് മനസ്സിലാക്കും, വെൻ വി ആർ ഓൺ ദ പാത്ത് ഓഫ് പ്രോഗ്രസ് ഓർ സക്സസ്. വെൻ എന്നാൽ ആ സമയത്ത്, വെൻ വി ആർ ഓൺ ദ പാത്ത് ടു പ്രോഗ്രസ് ഓർ സക്സസ്, നമ്മൾ വിജയത്തിലേക്കുള്ള പാതയിലോ അതല്ലെങ്കിൽ പുരോഗതിയുടെ വഴിയിലോ ആണെങ്കിൽ ആ സമയത്ത്, ദർ വിൽ ഓൾവേസ് ബി പീപ്പിൾ ഹൂ ട്രൈ ടു ഹോൾഡ് us ബാക്ക്. ദർ വിൽ ഉണ്ടാകും, ഓൾവേസ് എപ്പോഴും ഉണ്ടാകും, ബി പീപ്പിൾ ആളുകൾ എപ്പോഴും ഉണ്ടാകും. മുമ്പ് പറഞ്ഞ അവസ്ഥയിലാണ് നമ്മൾ എങ്കിൽ ആ സമയത്ത് എപ്പോഴും ആളുകൾ ഉണ്ടാകും. ഹൂ ട്രൈ ശ്രമിക്കുന്നവർ, ടു ഹോൾഡ് us ബാക്ക് നമ്മളെ പിറകോട്ട് വലിക്കാനായിട്ട് ആ സമയത്ത് ഒരുപാട് ആളുകൾ എപ്പോഴും ഉണ്ടാകും. നമ്മൾ പുരോഗതിയിലുള്ള വിജയത്തിൻ്റെ വഴിയിലോ അതല്ലെങ്കിൽ പുരോഗതിയുടെ വഴിയിലോ ആകുന്ന ആ സമയത്ത്. നോ മാറ്റർ ഹൗ വെൽ വി പെർഫോം, നമ്മൾ എത്രമാത്രം നന്നായിട്ടാണ് നിർവഹിക്കുന്നത്, പ്രവൃത്തികൾ ചെയ്യുന്നത് എങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും ആളുകൾ എപ്പോഴും ഉണ്ടാകും, നമ്മളെ പിറകോട്ട് വലിക്കാൻ ആളുകൾ ഉണ്ടാകും. ദേ വിൽ ഫോക്കസ് ഓൺ ഫൈൻഡിങ് ഫ്ലോസ് ഇൻ അസ് ഓർ അവർ വർക്ക്. ദേ വിൽ ഫോക്കസ്, അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും, ഓൺ ഫൈൻഡിങ് കണ്ടെത്തലുകളിലെ, ഫ്ലോസ് കുറവുകൾ, ഇൻ അസ് നമ്മളിൽ, ഓർ അല്ലെങ്കിൽ അവർ വർക്ക് നമ്മുടെ ജോലിയിൽ അതല്ലെങ്കിൽ നമ്മളിൽ അവർ എപ്പോഴും തെറ്റുകൾ കണ്ടെത്താൻ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഫ്ലോസ് എന്നാൽ കുറവുകൾ കണ്ടെത്താൻ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും, നമ്മൾ എങ്ങനെയൊക്കെ നിർവഹിച്ചാലും നമ്മുടെ ജോലി ചെയ്താലും. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ ഓർ സം പീപ്പിൾ ടു ക്രിട്ടിസൈസ് ഓർ ബ്രിങ് അതേഴ്സ് ഡൗൺ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ, ഇത് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമാണ്. സം പീപ്പിൾ ടു ക്രിട്ടിസൈസ് ഓർ ബ്രിങ് അതേഴ്സ് ഡൗൺ. ബ്രിങ് അതേഴ്സ് ഡൗൺ എന്നാൽ മറ്റുള്ളവരെ പിറകോട്ട് വലിക്കുക എന്നുള്ള അർത്ഥമാണ്. പിടിച്ച് താഴത്തേക്കിടുക, ആളുകളെ വിമർശിക്കുക, അതല്ലെങ്കിൽ ആളുകളെ ഇകഴ്ത്തുക, ഇത്തരത്തിൽ ചെയ്യുക എന്നുള്ളത് ഇത് മനുഷ്യരുടെ ഒരു ഹ്യൂമൻ നേച്ചർ എന്നാൽ മനുഷ്യപ്രകൃതം, ഇത് മനുഷ്യപ്രകൃതത്തിൻ്റെ ഭാഗമാണ്. ഇഫ് യു സ്റ്റാർട്ട് ലിസണിങ് ടു ദീസ് നെഗറ്റീവ് വോയിസസ്, ഇഫ് യു സ്റ്റാർട്ട് നമ്മൾ ആരംഭിച്ചാൽ, ലിസണിങ് കേൾക്കാൻ ആരംഭിച്ചാൽ, ടു ദീസ് നെഗറ്റീവ് വോയിസസ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ആരംഭിച്ചാൽ, they can hold us back and prevent us from improving or achieving our goals. അങ്ങനെ നമ്മൾ അവരെ കേൾക്കാൻ ആരംഭിച്ചാൽ, they can hold us back അവർക്ക് നമ്മെ പുറകോട്ട് വലിക്കാൻ സാധിക്കും, and prevent us നമ്മളെ തടയാനും സാധിക്കും, from improving പുരോഗതി പ്രാപിക്കുന്നതിൽ നിന്നും, or achieve our goals അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നിറവേറ്റുന്നതിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുന്നതിൽ നിന്നോ അവർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മളെ തടയാൻ സാധിക്കും, നമ്മളെ പിറകോട്ട് വലിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകളെ ശ്രദ്ധിക്കാൻ ആരംഭിച്ചാൽ, ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യങ്ങൾ എന്താണോ അത് നിറവേറ്റുന്നതിൽ നിന്നും അവർക്ക് തടയാൻ സാധിക്കും, നമ്മളെ തടയാൻ സാധിക്കും. പ്രിവെൻറ്റ് എന്നാൽ തടയുക, അച്ചീവിങ് അവർ ഗോൾസ് എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടൽ.